Friends, welcome to Commerce Bites. I hope you people are all doing well. So without much delay, let's move straight to our motivational quote. So the motivational quote is, it's hard to keep going when no one is supporting you, when no one is clapping for you, and that is exactly why you have to be your biggest fan. You have to back yourself. You really do have to believe in yourself when no one else does. If you don't, I'm sorry, but you won't achieve anything. ഇത് നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു ക്യാപ്ഷൻ ഇന്ന് ഞാനിപ്പോൾ പറയുന്നത്. പകരം നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഏർജ്, കേരള സെറ്റ് എക്സാം എനിക്ക് ക്രാക്ക് ഔട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഉള്ള ഒരു താല്പര്യം നിങ്ങൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ആരും നിങ്ങളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല, നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുണ്ടാവില്ല. അവിടെയൊക്കെ എന്താണ് വേണ്ടത്? നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക ദാറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ്, എനിക്ക് കേരള സെറ്റ് 2022 അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അവിടെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട നമ്മളുടെ ഡ്രീം ഗോൾ. ഓക്കെ, സോ നൗ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ആ സെഷൻ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2021 14th August കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ പേപ്പർ 1, ദാറ്റ് ഈസ് ജനറൽ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് പാർട്ട് 3 ഓഫ് ദിസ് സെഷൻ. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 14 ഇതാണ്. Education should create a class of person Indian in blood and color, but English in taste, in opinion, in morals and in intellect. Which among the following recommended this? ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ള തിയറി ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ വി ആർ ഹാവിങ് 4 ഓപ്ഷൻസ്. ആ ഓപ്ഷൻസ് ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് മാഗ്ന കാർത്ത ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ആൻഡ് ഓപ്ഷൻ ഡി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, NPE എന്നുള്ളത് അതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ 4 ഓപ്ഷൻസും 1 by 1 ആയിട്ട് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്നുള്ളതാണ് ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് മാക്ലീസ് ആണ്. ഓക്കെ, ലോർഡ് മാക്ലീസ് ആണ് ഇൻ ഹിസ് സോ കോൾഡ് റിപ്പോർട്ട് കോൾഡ് മാക്ലീസ് മിനിറ്റ്സ്. ഹോൾഡ് ഓൺ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. അതായത് നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് ഉണ്ട്. ആ സീരീസിൽ ഞാൻ ഈ മാക്കുലീസ് മിനിറ്റ്സിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾറെഡി ക്ലാസ് കണ്ടവർ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ റിവൈസ് ചെയ്യുക. അല്ലാത്തവർ മസ്റ്റായിട്ട് ഈ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് കണ്ടിരിക്കണം. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ എക്സ്പെക്റ്റഡ് ചെയ്യാൻ പറ്റിയ കുറേ അധികം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തേ ഉള്ളൂ. സോ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ഹൂ പ്രൊപ്പൗണ്ടഡ് എന്ന ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ടൈം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര സ്ട്രെസ് ചെയ്ത് പറയാനുള്ള റീസൺ. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ദ ആൻസർ വിൽ ബി മാക്ലീസ് മിനിറ്റ്സ്, അല്ലെങ്കിൽ മാക്ലീസ് ആണ് ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് giving education to the members of the higher classes of the society would facilitate an opportunity for the grassroots people of the society too, because the lower class people നും അത് നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, മൂവിങ് ടു ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് മാഗ്ന കാർത്ത ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഈ മാഗ്ന കാർത്ത ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ ഈ ഒരു പോയിന്റ് വരുന്നത് വുഡ്സ് ഡിസ്പാച്ചിലാണ്. വുഡ് ഡിസ്പാച്ചിൻ്റെ ഇയർ വരുന്നത് 1854 ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. അതുപോലെ തന്നെ ഒരു പോയിൻ്റാണ് വുഡ് ഡിസ്പാച്ച്. ഇത് പല പ്രാവശ്യം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ സീരീസ് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. അതിൽ ഞാൻ ഇതെല്ലാം ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു പറഞ്ഞ മാഗ്ന കാർത്ത ഇഷ്യൂ ചെയ്തത് ജൂൺ 12, 15 ആണ്. 12,
15 ആ ഒരു ഡേറ്റ്, ആ ഒരു ഇയർ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. മാഗ്ന കർത്ത ഇഷ്യൂ ചെയ്ത ഇയർ June 12, 15 ആണ്. ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് ടു പുട്ട് ഇൻ ടു writing the principle that the king and his government was not above the law. അതായത് it sought to prevent the king from exploiting his power and placed limits of the royal authority by establishing law as the power in itself. അതായത് സാധാരണ എങ്ങനെയാണ് നമ്മൾ പണ്ട് കേട്ടിരിക്കുന്നത്, രാജാവ് ആൾ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്, അങ്ങനെ ഇങ്ങനെ നമ്മൾ കുറേ കേട്ടിട്ടില്ലേ. സോ ഈ ഒരു മാഗ്ന കർത്ത ഇഷ്യൂ ചെയ്തതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു കിങ്ങിൻ്റെ എക്സ്പ്ലോയിറ്റിംഗ് പവേഴ്സ് ഇല്ലേ, അവരുടെ ആ ഒരു പവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും, അതായത് ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാഗ്ന കർത്ത ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കിങ്ങിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗവൺമെൻറ്റിനും ഒരു ലിമിറ്റ് വെച്ചിട്ട് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് സിറ്റിസൻസിനെ ഓവർ റൂള് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു റൂളാണ് ഈ ഒരു മാഗ്ന കർത്തയിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, അതുപോലെ തന്നെ മാഗ്ന കർത്ത ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് റിവൈസ് ചെയ്യുമ്പോൾ ഈ പോയിൻറ്റ്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് റിവൈസ് ചെയ്യുക. ഓക്കെ, കാരണം നെക്സ്റ്റ് ടൈം ഈ വരുന്ന 2022 എക്സാമിന് ചിലപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി കൂടാതെ തന്നെ ആ ഒരു പോയിൻറ്റ് എന്താണെന്നുള്ളത് അറിയാം. സോ ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, and then moving to option C, that is university education. University education also means that the totality of general and specialized knowledge and skill. നമ്മളുടെ ആ ഒരു ടോട്ടൽ ജനറൽ ആൻഡ് സ്പെഷ്യലൈസ് ചെയ്ത നോളജും സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് പറയുന്നത്. That enable a university graduate to solve problems that he encounters in the industry or to perform scientific research or pedagogical work within the area of specialized knowledge that he has required. ഈ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് ആ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റിന് എന്തൊരു പ്രോബ്ലം വന്നാലും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, എൻകൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് NPE, ദാറ്റ് ഇസ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വൺ ഓഫ് ദ മെയിൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങളോട് അത്ര ഇമ്പോർട്ടൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് കറക്റ്റ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറയുന്ന പോലെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി തന്നെ ഈ കേരള സെറ്റ് 2022 ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബിലീവ് മീ, ട്രസ്റ്റ് മീ. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ കേരള സെറ്റിൻ്റെ എക്സാം കിട്ടിയിരിക്കും. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സെൻറ്റൻസ്, ആ ഒരു സെൻറ്റൻസ് ഏത് റെക്കമെൻഡേഷനിലുള്ളതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി മാക്ലീസ്. അതായത് നമ്മളുടെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത മാക്ലീസ് ആണ് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത്. ഈ സെൻറ്റൻസ് ഞാൻ വായിക്കാം. A class of persons in Indian in blood and color but English in taste, in opinion, in morals and in intellect. സെയിം സെൻറ്റൻസ് തന്നെയല്ലേ? സോ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞത് മാക്ലിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സെൻറ്റൻസ്, അതായത് എ സിംഗിൾ ഷെൽഫ് ഓഫ് good European library was worth the whole native literature of India and Arabia. ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. സോ ഇത് രണ്ട് സെൻറ്റൻസും ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചോളൂ. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 15. Most appropriate strategy to evaluate
ടീച്ചർ പെർഫോമൻസ്. ഒരു ടീച്ചറിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ, ഓപ്ഷൻ ബി പിയർ ഇവാലുവേഷൻ, സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി പ്രിൻസിപ്പൽ ഇവാലുവേഷൻ. ഫസ്റ്റ് വൺ പറഞ്ഞത് സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണത്. അതായത് നമ്മൾക്ക് ക്ലാസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മളുടെ ടീച്ചേഴ്സ് പീരീഡ് ബാലൻസ് ഒക്കെ വരുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കും ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ ആൻഡ് എൻ്റെ ടീച്ചിങ്ങിനെ പറ്റി നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോളൂ. കുറേ കുട്ടികൾ നല്ലത് മാത്രമേ എഴുതുള്ളൂ. പക്ഷേ ചില ടീച്ചേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ നെയിം സ്പെസിഫൈ ചെയ്യേണ്ട, ഹാൻഡ് റൈറ്റിംഗ് വേറെ ആയിട്ട് എഴുതിക്കോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എഴുതാമെന്നുള്ളത്. സോ അതാണ് സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ. പിന്നെ പറഞ്ഞത് പിയർ ഇവാലുവേഷൻ. പിയർ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കൊളീഗ്സ്. ഇപ്പം ഞാനൊരു ടീച്ചറാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൊളീഗിനോട് എന്നെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നതാണ് പിയർ ഇവാലുവേഷൻ. ഇനി ഓപ്ഷൻ സിയിൽ വരുന്നതാണ് സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ദിസ് വിൽ ബി ദ പെർഫെക്റ്റ് ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. കാരണം ഒരു ടീച്ചർക്ക് ടീച്ചറിനെ സ്വയമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഭാവിയിൽ ടീച്ചറാവാൻ പോകുന്നവരാണ്. സോ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. ഒരു ക്ലാസ് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം, എനിക്ക് എവിടെയൊക്കെ സെക്ഷനിലാണ് എനിക്ക് വീക്ക്നെസ് ആയത് എന്നുള്ളതൊക്കെ സെൽഫ് ഇവാലുവേഷൻ നടത്തുമ്പോഴാണ് നമ്മൾക്ക് കറക്റ്റായിട്ടൊരു ഇവാലുവേഷൻ കിട്ടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി പ്രിൻസിപ്പൽ ഇവാലുവേഷൻ, അതെല്ലാവർക്കും അറിയാം. നമ്മളുടെ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ പറ്റി ഇവാലുവേഷൻ നടത്തുന്നതാണ് പ്രിൻസിപ്പൽ ഇവാലുവേഷൻ. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. NIEPA സ്റ്റാൻഡ്സ് ഫോർ. ഇത് ഹയർ എഡ്യൂക്കേഷൻ സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ഹയർ എഡ്യൂക്കേഷൻ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഓൾറെഡി എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇറ്റ് വിൽ ബി വെരി ഈസി. ഞാൻ ഓപ്ഷൻസ് ഒന്നൊന്നായിട്ട് പറയാം. ഓപ്ഷൻ എ പറയുന്നത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓപ്ഷൻ ബി New Institute for Education Planning and Administration. Option C National Innovative Education for Planning and Administration. And option D National Institute of Education Planning and Administration. Here the answer will be option D, that is National Institute of Education Planning and Administration. ഈ ഓരോ കീവേഡ്സ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ NIEPA അതുപോലെ തന്നെ നമ്മൾക്ക് കുറേ ഉണ്ട്. ഇപ്പോൾ കൈറ്റ്, സൈറ്റ്, SIET എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഷോർട്ട് ഫോംസ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഷോർട്ട് കട്ട്സ് എങ്ങനെ അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ള ട്രിക്കുകൾ ഞാൻ പല വീഡിയോസിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എനിക്ക് ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഓൾറെഡി ഒരു 250 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കൊമേഴ്സിനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 200 വീഡിയോസ് പ്ലസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ട്രൈ ടു വാച്ച് ഓൾ ദാറ്റ് വീഡിയോസ്. എന്നിട്ട് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ ഒന്നുപോലും വിടാതെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാൻ ട്രൈ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തെ കേരള സെറ്റ് 2022 എക്സാം ഈസിലി തന്നെ ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. Okay, so now let's move to the next question. Question number 17. Inclusive education is important as it is. ആദ്യം നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് പഠിക്കണം. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഡെയിലി ടോപ്പ് മിനി സീരീസിലാണെന്ന് തോന്നുന്നു ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈവൻ ദോ ലെറ്റ് മീ ഡിസ്കസ് വൺസ് അഗെയിൻ. Inclusive education means all children in the same classroom in the same school. എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതാണ് മെയിനായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഡിസേബിൾഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ല, അല്ലെങ്കിൽ മൈനോറിറ്റി സെക്ഷനിലുള്ള കുട്ടികളാണ് എന്ന് പറഞ്ഞൊരു വേർതിരിവ് അവിടെ കാണിക്കുന്നില്ല. ഓൾ അണ്ടർ സെയിം റൂഫ്, എല്ലാവരും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ടേമിൻ്റെ മീനിങ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം.
ക്വസ്റ്റ്യൻ പേപ്പറിൽ നെക്സ്റ്റ് ഇയർ ആണെങ്കിലും ഈ 2022 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓൾ ചിൽഡ്രൻ ഇൻ ദ സെയിം ക്ലാസ് റൂം ഇൻ ദ സെയിം സ്കൂൾ. ഓക്കെ, സോ ആ ഒരു പോയിന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായി തന്നെ ഈ 4 ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ പറയുന്നത് ഓപ്ഷൻ എ സെലിബ്രേറ്റ്സ് ദ ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം. അതായത് എല്ലാ തരത്തിലുള്ളവരും ഒരു ക്ലാസ് റൂമിൽ. ഇത് തന്നെയല്ലേ നമ്മൾ ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മീനിങ് ആയിട്ട് പറഞ്ഞത്. സോ ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. എന്നിരുന്നാൽ പോലും നമുക്ക് ഓപ്ഷൻ ബിയും സിയും ഡിയും ഒന്ന് നോക്കാം. ഓപ്ഷൻ ബിയിൽ പറയുന്നത് എൻകറേജ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ഇവിടെ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു നെഗറ്റീവ് വൈബാണ്. സോ നമുക്കത് ക്രോസ് ഔട്ട് ചെയ്യാം. അതല്ല ഇതിൻ്റെ ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓപ്ഷൻ സിയിൽ പറഞ്ഞത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഹോമോജിനിറ്റി ഇൻ ദ ക്ലാസ് റൂം. ഹോമോജിനിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ എന്നാണ്. അതായത് ഇപ്പോൾ റിച്ചസ്റ്റ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ മക്കൾ മാത്രം പഠിക്കുന്നത് ഒരു ഹോമോജിനിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാണ് ആ ഒരു പോയിന്റ് വന്നിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി ദ ആൻസർ. കാരണം എല്ലാ തരത്തിലുള്ള കുട്ടികൾ, ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞു സാധാരണയുള്ള കുട്ടികൾ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, പിന്നെ മൈനോറിറ്റി സെക്ഷനിൽ പെട്ട കുട്ടികൾ, എല്ലാവരും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഓക്കെ, സോ ഓപ്ഷൻ സി വിൽ നോട്ട് ബി ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ് ടീച്ചർ ഫ്രം മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലേ, ആ മൈനോറിറ്റി ഗ്രൂപ്പിൽ ഉള്ള പോലെ തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ടീച്ചേഴ്സ് ഫ്രം മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, so with this note we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.